അപ്പൊ ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ്, ആർക്കാണോ മനസ്സിനെ ജയിക്കാൻ സാധിക്കുന്നത്, അല്ല എങ്ങനെയാണ് മനസ്സിനെ ജയിക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞാൽ ആ വസ്തുസ്ഥിതി എന്താണ്, സത്യം എന്താണ് എന്ന് ബോധ്യമായ ആ ബുദ്ധി കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനസ്സിനെ ആർക്കാണോ ജയിക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ആത്മസ്വരൂപിയായി ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ജ്ഞാനിക്ക് അന്ധകരണം, തന്റെ മനസ്സ് ഒരു ബന്ധുവിനെ പോലെയാണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു അല്ല. അത് സത്യം എന്താണ് മിഥ്യ എന്താണെന്ന് വേർതിരിച്ച് കാണിച്ചു കൊടുക്കും. അതാണ് സഹായം എന്ന് പറയുന്നത്. നേരെമറിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് ആത്മാനുഭവം നേടാൻ ശ്രമിക്കാത്ത ലൗകികരായ ആളുകളെ സംബന്ധിച്ച് ഈ മനസ്സ് തന്നെ എന്താണ്, ശത്രുവിനെ പോലെയാണ്. ശത്രു എന്ന് പറഞ്ഞാൽ തന്നെ ദ്രോഹിക്കാൻ വരുന്ന ശത്രുവിനെ പോലെ പലതരത്തില് ദുഃഖങ്ങളിൽ കൊണ്ടുചെന്ന് ചാടിക്കും എന്നാണ്. എന്നിട്ട് സദാ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും ഈ മനസ്സ് എന്നാണ്. അതാണ് പറഞ്ഞു നിർത്തിയത് അല്ല. അപ്പോ പറഞ്ഞ ഇതാണ്, ഇപ്പോ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ആ മനസ്സ് ഒരു ബന്ധുവിനെ പോലെ സഹായിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സഹായം? അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ല. ഏത് രീതിയിലാണ് കീഴടക്കിയ മനസ്സ് അല്ലെങ്കിൽ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞ മനസ്സ് എങ്ങനെയാണ് സഹായിക്കുക, ഒരു ബന്ധുവിനെ പോലെ എങ്ങനെയാണ് സഹായിയായിട്ട് നിൽക്കുക, അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. 7ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. അൺമ്യൂട്ട് ചെയ്യണേ. വിജ്ഞാന തൃപ്താത്മാ. 7ാമത്തെ. ഓക്കെ. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോ. അതാണ് 7ാമത്തെ ശ്ലോകത്തില് പറയുന്നു. എന്താണ്? ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോഹോ. ഇതാണ് ഒന്നാമത്തെ കാര്യം. എങ്ങനെയാണ് സഹായിക്കുക, ഈ മനസ്സ് എങ്ങനെയാണ് സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ച് കീഴടക്കിയ ഒരാൾക്ക്, അതേപോലെ തന്നെ മനസ്സ് അങ്ങനെ ഉള്ളിലേക്ക് തിരിഞ്ഞ് അന്തർമുഖമായി ഉള്ളില് ഉപശമിച്ച് ആത്മാനുഭവം നേടിയ ആ യോഗാരൂഢനെ സംബന്ധിച്ച് തണുപ്പ്, ചൂട് തുടങ്ങിയ എന്താണ്, അതുപോലെ സുഖം, ദുഃഖം, ഇത് പറഞ്ഞു തോന്നുന്നു, ഇത് ഇന്നലെ ഡിസ്കസ് ചെയ്തു തോന്നുന്നു. ഓക്കെ. സുഖം, ദുഃഖം, അതുപോലെ മാനം, അപമാനം, ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ അതൊന്നും ബാധിക്കില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളില് ആ ആനന്ദ സ്വരൂപമായ ഒരേ ഒരു പരമാത്മാവ് അതിനെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ്സ് ഒന്നും ഇയാളെ ബാധിക്കില്ല എന്നാണ് പരമാത്മാ സമാഹിതം. അപ്പൊ സമ്പത്താണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഒക്കെ കൂടെ നിൽക്കുന്ന ആളാണ് ഉറ്റബന്ധു എന്ന് പറയുന്ന ആള് അല്ലെ. അപ്പൊ യോഗാരൂഢൻ ആ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സൊരു ബന്ധുവായി മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് അവസ്ഥയിലും ഏത് സിറ്റുവേഷനിലും വിരുദ്ധങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിലൊക്കെ ആ എന്താണ് എപ്പോഴും ആനന്ദ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവിനെ തന്നെ കാണിച്ചു തരും എന്നാണ് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ആ പ്രസൻസ് അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ സുഖമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, മാനം, അപമാനം, ജയം, പരാജയം അല്ല, ഇതൊക്കെ എന്താണ് ഓരോരുത്തരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. അതിലും ഈ ആനന്ദാനുഭവത്തിന് ഒരു കുറവുണ്ടാവില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അപ്പോ ആ സത്യം എന്താണെന്ന് തെളിഞ്ഞ് കണ്ട ആള്, അത് ബോധ്യപ്പെട്ട ആള്, ആ സത്യത്തിൽ ഉണ്ടാവുന്ന അസത്യമായ പ്രതിഭാസങ്ങൾ, അതാണ് ഈ പ്രപഞ്ചവും മറ്റു കാര്യങ്ങളൊക്കെ, സംസാരമൊക്കെ അതാണ്. അതിലൊന്നും പിന്നെ മനസ്സ് ചാഞ്ചല്യപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാണ് അല്ലെ. മരുഭൂമി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൂരെ ജലം കണ്ടു കഴിഞ്ഞാൽ അയാൾക്കറിയാം യഥാർത്ഥത്തിൽ അത് വെള്ളമല്ല എന്നറിയാം അല്ലെ. അതുകൊണ്ട് മനസ്സ് ഭ്രമിക്കില്ല എന്നാണ്. അപ്പൊ സത്യം എന്താണെന്ന്
മനസ്സിലായി ബോധ്യം വന്ന് ആ മനസ്സ് ആനന്ദം നിറഞ്ഞതാണെങ്കിൽ ആ മനസ്സ് ലോകം മുഴുവൻ ആനന്ദം കാണിച്ചു തന്ന് സുഖം തരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി യോഗാരൂഢൻ എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ എത്തിയ ആളുടെ മനസ്സ് ഏത് രീതിയിലാണ് ഉറ്റ ബന്ധുവിനെ പോലെ പെരുമാറുന്നത്, അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. 8ാമത്തെ ശ്ലോകം. ഇവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത് തോന്നുന്നു. 8ാമത്തെ ശ്ലോകം ചൊല്ലിക്കും. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യത്തെ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂഢസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മ കാഞ്ചന. എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോ എന്താണ് യുക്തിയിലൂടെയും അതുപോലെ അനുഭവം കൊണ്ടും ആ തൃപ്തി അനുഭവിക്കുന്ന ആള്, അദ്ദേഹം ആ സത്യസ്വരൂപമായിരിക്കുന്ന ആള്. അപ്പൊ അദ്ദേഹം ഇന്ദ്രിയങ്ങളെ മനസ്സിനെയൊക്കെ പൂർണ്ണമായിട്ട് കീഴടക്കിയതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം തുല്യ നിലയിലാണ് കാണുക എന്നാണ് പറയുന്നത്. അത് മൺകട്ടയാവട്ടെ, കല്ലാവട്ടെ, സ്വർണമാവട്ടെ, എല്ലാറ്റിനെയും ഒരേപോലെയാണ് കാണുക എന്നാണ്. അങ്ങനെ ഒരേപോലെ കാണാൻ സാധിക്കുന്ന ആ യോഗനിഷ്ഠൻ സത്യം കണ്ടെത്തിയ ആളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആർക്കാണ് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ആ യുക്തിയിലൂടെ സത്യം എന്തെന്ന് കണ്ടെത്തിയ ആള്, യുക്തിയിലൂടെ അനുഭവം കൊണ്ട് അതുപോലെ എന്താണ് ആ ജ്ഞാനം ഉള്ളിൽ ഉറച്ചിരിക്കുന്ന ആള്, സ്വയമേവ ആ സത്യസ്വരൂപമായി ഭവിച്ചിരിക്കുന്ന ആള്, അദ്ദേഹം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ പൂർണ്ണമായിട്ടും കീഴടക്കിയ ആളായിരിക്കും. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ഇതെല്ലാം ഒരേപോലെയാണ് എന്നുള്ളത്. അത് മൺകട്ടയായാലും ശരി, കല്ലായാലും ശരി, സ്വർണ്ണായാലും ശരി, ഒക്കെ ഒരേ പ്രാധാന്യമാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു, അതിനെക്കുറിച്ച് ജ്ഞാനം എന്താണ്, വിജ്ഞാനം എന്താണെന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിക്ക് ആ യുക്തി കൊണ്ട് ഉറപ്പുവരുന്ന സത്യബോധമാണ് ജ്ഞാനം. അത് സിദ്ധാന്തപരമായിട്ടാണ്, ബുദ്ധിയുടെ തലത്തിൽ ഉറപ്പു വന്നു. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ബോധ്യം വന്നത് ജ്ഞാനം. അറിഞ്ഞ ബുദ്ധിയുടെ തലത്തിൽ അറിഞ്ഞ ആ കാര്യം വ്യക്തമായി അനുഭവിച്ചറിയണമാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് ജ്ഞാനം, വിജ്ഞാനം. അതാണ് വിജ്ഞാനം, അനുഭവിച്ചറിയലാണ് വിജ്ഞാനം. അപ്പൊ ഈ വേദാന്തം എന്ന് പറയുന്നത്, ഈ സത്യം എന്ന് പറയുന്നത് ശ്രുതിയിലൂടെ, യുക്തിയിലൂടെ, അതുപോലെ അനുഭവങ്ങളിലൂടെ ഒക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ സത്യം എന്ന് പറയുന്നത്. സത്യം എന്താണ് അല്ലെ? ശ്രുതിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യുക്തി വിചാരം ചെയ്താലും അത് നമുക്ക് ബോധ്യമാവും, അനുഭവത്തിലൂടെയും അത് ബോധ്യമാവും. അതാണ് സത്യം, വേദാന്ത സത്യം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ബുദ്ധിയുടെ തലത്തിലാണ് ഈ സത്യം നമ്മൾ ഗ്രഹിക്കേണ്ടത്. അതെങ്ങനെയാണ് ഗ്രഹിക്കുക? ഗുരുവിൽ നിന്ന് ഉപദേശ രൂപേണ. അപ്പൊ ഗുരുവിന്റെ ഉപദേശം ശ്രവിച്ച് പിന്നെ ഈ തത്വം ചർച്ച ചെയ്ത് അങ്ങനെ ബുദ്ധിയുടെ തലത്തില് സത്യം ഒന്ന് മാത്രമാണെന്നുള്ള ബുദ്ധിയുടെ തലത്തിൽ തെളിഞ്ഞു കിട്ടും ആദ്യം. അതാണ് സിദ്ധാന്തപരമായ അറിവ് എന്ന് പറയുന്നത്. പിന്നെ ഈ അറിവ്, ഈ ബുദ്ധിയുടെ തലത്തിലുള്ള ഈ അറിവ് പ്രാക്ടീസ് ചെയ്യുക, യോഗാഭ്യാസം അല്ലെ, മനസ്സിന്റെ സമനില അഭ്യസിച്ചു വരുന്ന സമയത്ത് ഈ അറിവ്, ബുദ്ധിയുടെ തലത്തിലുള്ള ഈ ഒരു ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, സിദ്ധാന്തപരമായിട്ടുള്ള അറിവ് അനുഭൂതിയായിട്ട് മാറും എന്നാണ്, അനുഭവമായി മാറും എന്നാണ് പറയുന്നത്. മനസ്സിലാവേണ്ടത്, ഇതാണ് അതിന്റെ ക്രമം എന്ന് പറയുന്നത്. അപ്പൊ ബുദ്ധിയുടെ തലത്തിൽ കേട്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെന്ത് വേണം? അതിനെ അതാണ് ശ്രവണം, മനനം, നിധിധ്യാസം എന്ന് പറയാനുള്ള കാര്യം. അത് വീണ്ടും വീണ്ടും മനനം ചെയ്യണം. അപ്പോഴാണ് ആ നിധിധ്യാസം, അതാണ് അനുഭൂതി, ആ അനുഭവത്തിലേക്ക് വരും. അപ്പോ ഒരു സംതൃപ്തി ഉണ്ടാവും ഉള്ളിൽ ഈ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കിയ കാര്യം, ശാസ്ത്രം പറയുന്ന സിദ്ധാന്തം, അത് അനുഭവിച്ചറിഞ്ഞു. അപ്പൊ അനുഭവത്തിനും ശാസ്ത്രം പറയുന്നതിനും വ്യത്യാസമില്ല എന്ന് മനസ്സിലാവുക. അപ്പൊ അത് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി വരും. എന്താണ് ആ സംതൃപ്തിയുടെ അർത്ഥം? ഇനി ഒന്നും അറിയേണ്ടതായിട്ടില്ല. കാരണം അറിയേണ്ടത് മുഴുവൻ അറിഞ്ഞു. കാരണം അറിയേണ്ടതിനെ അറിഞ്ഞാൽ
പിന്നെ വേറൊന്നും അറിയാനില്ല. ആ ഒരു സംതൃപ്തി ഉള്ളിലുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോ തുടർന്ന് അതിനെ തുടർന്ന് പിന്നെന്താ ഉണ്ടാവുക? ഈ ശരീരം തുടങ്ങിയതെല്ലാം ജഡമാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ജഡവസ്തുക്കളെ കൊണ്ട് തൽക്കാലത്തേക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആ സത്യം, ആ ബ്രഹ്മം, അത് തന്നെയാണ് ഞാന് എന്ന് അനുഭവം വരും ഉള്ളില് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അതിനെ മറച്ചിരിക്കണം, സത്യത്തിനെ മറച്ചിരിക്കണം അല്ലെ? അത് നമ്മളുടെ എന്താണ്, ശരീരമാവട്ടെ, മനസ്സാവട്ടെ, ബുദ്ധിയാവട്ടെ, ഓർമ്മയാവട്ടെ, അഹങ്കാരമാവട്ടെ, ഇതൊക്കെ ആ ആത്മതത്വത്തെ മറച്ചിരിക്കുന്നതാണ്. ആ ബ്രഹ്മത്തെ മറച്ചിരിക്കുന്ന ജഡമാണ്, ജഡപ്രതിഭാസങ്ങളാണ് എന്നാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. പക്ഷെ അത് ഇതിനെ, ഈ സത്യത്തിനെ മറച്ചിരിക്കണം. അപ്പോ അത് ബോധ്യമാവും. ആ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആ ബ്രഹ്മം, ആ നിർവികാരമായ പരബ്രഹ്മം, അത് തന്നെയാണ് ഞാന് എന്നുള്ള അനുഭവം വരും എന്നാണ് പറയുന്നത്. ഈ അനുഭവത്തിനാണ് കൂടസ്ഥ സ്ഥിതി എന്ന് പറയും. കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ അതാണ്, ഈ അനുഭവത്തിലിരിക്കുന്ന ആളെയാണ്. കൂടസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: മായയിൽ ഒളിഞ്ഞിരിക്കുന്നവൻ എന്നാണ്. മായയിൽ, കാരണം മായയിൽ മറഞ്ഞിരിക്കണം ആ സത്യം എന്ന് പറയുന്നത്. അതാണ് കൂടസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഉള്ളില് ആ ആത്മാനന്ദം അല്ലെ, അത് നിറയുന്നതോടുകൂടി, അതില് മുഴുകുന്നതോടുകൂടി ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കും. മനസ്സിനെ പൂർണ്ണമായിട്ട് ജയിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇനി അതിനെ ജയിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥ വരും എന്ന് മാത്രമല്ല, എല്ലായിടത്തും ഉള്ളത് പരമാത്മാവ് മാത്രമാണ്. അതെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അനുഭവത്തിൽ വരും എന്നാണ് പറയുന്നത്. ബുദ്ധിയുടെ തലത്തില, ബുദ്ധിയുടെ തലത്തിൽ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി എല്ലാം പരമാത്മാവാണ്. ആ ഒരു അവസ്ഥയിലേക്ക്, ആ അനുഭവത്തിലേക്ക്, ആ അനുഭൂതിയിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു എല്ലാം പരമാത്മാവാണെന്നുള്ള അവസ്ഥയിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സ്ഥലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പിന്നെ മൺകട്ടയ്ക്കും കല്ലിനും സ്വർണത്തിനും ഒന്നും വ്യത്യാസമില്ല. അതാണത് പറയാൻ കാരണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം എല്ലാം ഒരേ പരമാത്മാവിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ്. അത് ബോധ്യമാവും എന്നാണ് പറയുന്നത്. അതാണ് സമലോഷ്ടാശ്വ കാഞ്ചനം എന്ന് പറഞ്ഞല്ലോ. മണ്ണിന്റെ കട്ടയും കല്ലും സ്വർണവും ഒക്കെ സമമായ ഭാവമാണ് ഉണ്ടാവുക എന്നാണ് എല്ലാറ്റിനോടും. അപ്പോ ഒരു സത്യനിഷ്ഠന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ജിജ്ഞാസ ഉണ്ടാവില്ല. കാരണം ഇനി ഒന്നും അറിയാനില്ല, എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കണം. ഇനി ഒന്നും അറിയേണ്ടതില്ലാത്ത ഒരു സംതൃപ്തമായ ഭാവമാണ് ഉണ്ടാവുക. അപ്പൊ ജിജ്ഞാസയിൽ നിന്ന് നിവർത്തിക്കും. പിന്നെ നിർവികാര സ്ഥിതി എന്ന് പറഞ്ഞാൽ പരമാത്മ തത്വവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ആ ഒരു അവസ്ഥ വരും. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ജയിക്കുന്ന അവസ്ഥ. പിന്നെ എല്ലാറ്റിനെയും സമഭാവനയിൽ കാണുക. കാരണം എല്ലാം പരമാത്മാവാണ്, അതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഇതാണ് ഒരു സത്യനിഷ്ഠന്റെ, ബ്രഹ്മനിഷ്ഠന്റെ ലക്ഷണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോ എല്ലായിടത്തും ആ സത്യം കണ്ട് എല്ലാറ്റിനോടും സമബുദ്ധി അത് നിലനിർത്തുന്നതാണ് സത്യനിഷ്ഠന്റെ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതാണ് അടുത്ത പദ്യത്തിൽ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം എല്ലാറ്റിനോടും ഒരു സമബുദ്ധി കാത്തു സൂക്ഷിക്കും. എല്ലാം ഒരേപോലെ കാണും, ഒരേ പ്രാധാന്യത്തോടു കൂടി കാണും എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യമാണ് സത്യനിഷ്ഠന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 9ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതി. 9ാമത്തെ ശ്ലോകം. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ ബന്ധുഷു സാധുഷ്വപിച്ച പാപേഷു സമബുദ്ധിർ വിശിഷ്യതേ. എല്ലാറ്റിനോടും ഒരു സമബുദ്ധിയാണ് എന്നാണ് ഉണ്ടാവുന്നത്. സുഹൃത് മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ ബന്ധുഷു, ദേഷ്യബന്ധുഷു എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്ന ആളിലും, മിത്രം സ്നേഹിതനിലും, ശത്രുവിലും, സാധാരണക്കാരിലും, വെറുപ്പുള്ളവനിലും, ബന്ധുവിലും ഒക്കെ ഒരേപോലെയാണ്. സാധുഷു, സജ്ജനങ്ങളിലും ഒക്കെ ഒരേപോലെയാണ് കാണുക എന്നാണ് പറയുന്നത്. എന്നാൽ നല്ല നന്മ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അവരിലും, സുഹൃത്തിലും, സ്നേഹിതനിലും, ശത്രുവിലും, വെറും സാധാരണക്കാരിലും, ഇടനിലക്കാരിലും,
പിന്നെ ഇനി വെറുപ്പുള്ളവരിലും ബന്ധുവിലും സജ്ജനങ്ങളിലും എന്ന് മാത്രമല്ല പാപികളിൽ പോലും ഒരേ ബ്രഹ്മത്തെ തന്നെ കാണുന്ന ആള് പൂർണ്ണമായും മുക്തനാണ് എന്നാണ് പറയുന്നത്. മുക്തനായിട്ട് കണക്കാക്കണം എന്നാണ് പറയുന്നത്. അതാണ് സമബുദ്ധിർ വിശിഷ്യത. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സമബുദ്ധി എന്ന് പറഞ്ഞാൽ ഒന്നിലും വ്യത്യസ്തത കാണില്ല, ഭേദം കാണുന്നില്ല എന്നാണ്. ഒന്നിനെയും ഭേദം കാണാതെ എല്ലായിടത്തും ഒരേ സത്യത്തെ, ആ ബ്രഹ്മസത്യത്തെ അനുഭവിക്കാൻ കഴിയുന്നു. അതാണ് ഈ സത്യനിഷ്ഠയുടെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ. അതാണ് എല്ലാറ്റിലും ആ സത്യത്തെ മാത്രമാണ് കാണുന്നത് എന്നാണ്. സർവം ഖല്ലിതം ബ്രഹ്മ, അല്ലെ, ഉപനിഷത്തിൽ പറയുന്ന പോലെ സർവം ഖല്ലിതം ബ്രഹ്മ. ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ്. അപ്പോ ആ ഒരു സമദർശനം, എല്ലാറ്റിനെയും ഒരേപോലെ കാണാൻ കഴിയുന്ന അവസ്ഥ, അതില് മിത്രമെന്നില്ല, ശത്രുവില്ല, സജ്ജനം, പാപി, ധർമ്മം, അധർമ്മം, ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസും ഉണ്ടാവില്ല എന്നാണ്. ഒരു ഭേദചിന്തയ്ക്കും സ്ഥാനമില്ല ഈ ഒരു അവസ്ഥയിൽ എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെ, ഈ ഭേദചിന്തക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത കാരണമാണ്. മനസ്സിലായി? അപ്പൊ ഇതൊക്കെ ഈ ചിന്തകളൊക്കെ, ഈ കാഴ്ചപ്പാടൊക്കെ റിലേറ്റീവ് ആണ്. എന്താണ് ധർമ്മം, അധർമ്മം, അല്ലെ, പാപം ചെയ്യുന്നവര്, പുണ്യം ചെയ്യുന്നവര്, സജ്ജനം, ദുർജനം, ഇതൊക്കെ റിലേറ്റീവ് ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ല, അത് ബോധ്യം വരും എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ എല്ലാം ഉള്ളത്, എല്ലാറ്റിലും ഉള്ളത് ഒരേ പരബ്രഹ്മ തത്വമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെ എന്തുകൊണ്ടാണ് ആളുകൾ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ആ പൂർണ്ണമായും ആ സമദർശനം നേടിക്കഴിഞ്ഞ ആൾക്ക് അത് പുറമേക്ക് പ്രകടിപ്പിക്കാം, അങ്ങനെ ഒരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ടുള്ള സമദർശനം ഉള്ളിൽ ഉറപ്പ് വരാത്ത ഒരാള്, അതിന് പാകത വരാത്ത ഒരാള് അത് കൃത്രിമമായിട്ട് പുറമേക്ക് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന്, അത് അപകടത്തിലേക്ക് നയിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സമദർശനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിൽ പുറമെ എന്തായാലും നമ്മൾ ആ ഡിഫറൻസ് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആള് ആ വ്യത്യസ്തതയ്ക്കനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? ഇല്ലെങ്കിൽ അപകടം ഉണ്ടാക്കും. അതാണ് ഒരു രാജാവിന്റെ കഥ മുമ്പ് പറഞ്ഞത്, ഓർക്കണ്ടോ? പണ്ട് ഒരു രാജാവ്, ഒന്നുകൂടെ പറയാം, ഇപ്പൊ അത് പ്രസക്തമായതുകൊണ്ട് ഒന്നുകൂടെ പറയാം. പണ്ട് ഒരു രാജാവ് ഇതുപോലെ ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പോകും ഒരു ഗുരുവിന്റെ അടുത്ത്. അന്നും പതിവുപോലെ അദ്ദേഹം പോയിരുന്നു. അപ്പൊ അന്ന് അവിടുന്ന് കേട്ട കാര്യങ്ങൾ ഇതാണ്: ഇവിടെ എല്ലാം ഒന്ന് മാത്രമേ ഉള്ളൂ, യാതൊരു വ്യത്യാസമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ സമദർശനം, അതിനെക്കുറിച്ചാണ് അന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഗുരു പറഞ്ഞു, ഇവിടെ ഒന്നിലും വ്യത്യാസമില്ല, ആളുകളൊക്കെ വേറെ വേറെയാണെന്നൊക്കെ തോന്നലാണ്, യഥാർത്ഥത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ അനുഭവം വന്നു കഴിഞ്ഞാൽ, ആ സമദർശനം എന്ന അനുഭവം വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പുറമേക്ക് അതിനനുസരിച്ച് ജീവിച്ച ഒരു കുഴപ്പമില്ല. പക്ഷെ അത് വരാത്ത ഒരാളെ മെനക്കെട്ട് കഴിഞ്ഞാൽ അപകടമാവും. അപ്പൊ രാജാവിന് ആ പാകതയൊന്നും വന്നിട്ടില്ല. അപ്പൊ രാജാവ് ഇത് പറഞ്ഞത് കേട്ടു, കാരണം എല്ലാവരും ഒരേപോലെയാണ് എന്ന് പറഞ്ഞത് കേട്ടു. രാജാവ് കൊട്ടാരത്തിൽ വന്നു, റാണിയെ വിളിച്ചു പറഞ്ഞു, റാണി, ഇന്ന് ഗുരു വലിയൊരു സത്യം പറഞ്ഞു തന്നു. എന്താണ് സത്യം പറഞ്ഞു തന്ന? ഇവിടെ ഒരു വ്യത്യാസമില്ല, എല്ലാം ഒന്നാണ്, എല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് റാണിയും അന്തപുരത്തിലെ ദാസിമാരും ഒക്കെ ഒരുപോലെയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞത്. മനസ്സിലായി? ഇതാണ് അപകടം എന്ന് പറയുന്നത്. അപ്പൊ റാണിക്ക് പ്രശ്നമായി. റാണി ഗുരുവിനെ സമീപിച്ചു, കാര്യം പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, വിഷമിക്കേണ്ട, അതിനൊരു മാർഗമുണ്ട്. നാളെ എന്തായാലും അത്താഴത്തിന് ഇദ്ദേഹത്തിനെയും രാജാവിനെയും വിളിക്കാം, റാണിയും എല്ലാവരും വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരുവിന്റെ അടുത്തായിരുന്നു അന്ന് ഗുരുവിന്റെ കൂടെ അത്താഴം. അപ്പൊ എല്ലാവർക്കും പ്ലേറ്റില് വിഭവങ്ങളൊക്കെ വിളമ്പി. അപ്പൊ രാജാവ് ഇരിക്കുന്ന പ്ലേറ്റിൽ വിളമ്പിയത് ഒരു ഉരുള ചാണകമായിരുന്നു അത്ര കൊണ്ടെന്ന് വെച്ചു. മറ്റുള്ളവർക്കൊക്കെ വിഭവങ്ങളും. അപ്പൊ രാജാവ് വന്ന് കഴിക്കാൻ നോക്കുമ്പോൾ തന്റെ പ്ലേറ്റിൽ ഒരു ചാണകമാണ് ഇരിക്കുന്നത്. അപ്പൊ രാജാവ് ചോദിച്ചു, ഇതെങ്ങനെ കഴിക്കുക? അപ്പൊ പറഞ്ഞു കൊടുത്തു, അങ്ങ് പറഞ്ഞതിൽ എല്ലാം ഒന്നാണെന്നല്ലേ പറഞ്ഞു, അപ്പൊ പിന്നെ ഇത് കഴിച്ചോളൂ, ഇത് കഴിച്ചത് എന്താ പ്രശ്നം? അങ്ങനെ ബോധ്യമാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്, സത്യം ബോധ്യമാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ഉള്ളില് ഈ സമദർശനം എന്നുള്ള ആ ഒരു അനുഭവം അത് വരാത്തിടത്തോളം കാലം പുറമേക്ക് അത് പ്രകടിപ്പിക്കരുത്. പുറമേക്ക് ആ വ്യത്യസ്തതയ്ക്ക് അനുസരിച്ച് തന്നെ ജീവിക്കണം, ഇല്ലെങ്കിൽ അപകടമാവും എന്നാണ് പറയുന്നത്.
അതുകൊണ്ടാണ് പറയാറുള്ളത്, ഒരു സാധകനെ സംബന്ധിച്ച്, ഈ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്വൈതം പുറമേക്ക് ആവശ്യമില്ല, ഉള്ളിലാണ് ഭാവാദ്വൈതമാണ് ശീലിക്കേണ്ടത് എന്നാണ്. അതാണ് പ്രാക്ടീസിന്റെ ഭാവാദ്വൈതം. കാരണം അതുള്ളിൽ ഉറച്ചിട്ടില്ല, സമദർശനം എന്ന് പറയുന്ന ഉള്ളിൽ ഉറച്ചിട്ടില്ല. അതുകൊണ്ട് പുറമേക്ക് അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. ക്രിയാദ്വൈതം ആവശ്യമില്ല സാധകന്. നേരെ വെച്ച് ആ ഒരു തലത്തിൽ എത്തിയ ആൾക്കാണെങ്കിൽ പുറമേക്കും അതാവാം, കുഴപ്പമില്ല. പക്ഷെ എത്താത്തോളം കാലം അത് ചെയ്യരുത്. പക്ഷെ ഭാവാദ്വൈതമാവും. എന്താണ് ഭാവാദ്വൈതം? ഇതെല്ലാം ഒന്ന് മാത്രമാണെന്ന് ഉള്ളില് ഭാവിച്ചു കൊണ്ടിരിക്കുക, സങ്കല്പിച്ചുകൊണ്ടിരിക്കുക, അതാവാം. പുറമേക്ക് വേറെ വേറെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളില് ആ സങ്കല്പം അത് വളർത്തിക്കൊണ്ടുവരിക, അതാണ് ഭാവാദ്വൈതം. അപ്പൊ സാധകനെ സംബന്ധിച്ച് അത് മതി, ആ തലത്തിൽ അങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. നേരെ വെച്ച് ഒരു സിദ്ധനെ സംബന്ധിച്ച്, ആ തലത്തിലെത്തിയ ആളെ സംബന്ധിച്ച് പിന്നെ ഈ വ്യത്യാസങ്ങളൊന്നും പ്രസക്തമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ സാധനകളും യഥാർത്ഥത്തിൽ ഈ അദ്വൈതമായ അനുഭവത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്, അല്ലെങ്കിൽ ഈ സമബുദ്ധിയെ ലക്ഷ്യമാക്കിയുള്ളതാണ്. അതിലേക്കാണ് എത്തിക്കുന്ന എല്ലാ സാധനങ്ങളും. കാരണം ആ ഒന്ന് മാത്രമല്ല, അദ്വൈതമായിരിക്കുന്ന ബ്രഹ്മം മാത്രമാണ് സത്യവസ്തു എന്ന്, അത് മാത്രമേ സത്യമുള്ളൂ. അതിലേക്കാണ് എത്തേണ്ടത്. അപ്പോ എങ്ങനെയാണ് ഏത് സാധനയിലൂടെ അതിലേക്ക് എത്താൻ പറ്റുക ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇപ്പൊ ആത്മസാക്ഷാത്കാരത്തിലൂടെ എല്ലാം സമമാണ്, എല്ലാം ഒന്നാണ്, എല്ലാം തുല്യമാണ്. അതാണ് സമദർശനം. ആ സമദർശനം വന്നു കഴിഞ്ഞാൽ അത് സമ്പൂർണമായിട്ടുള്ള ബ്രഹ്മനിഷ്ഠയാണ് എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മനിഷ്ഠ, ഇനി ഒന്നും നേടാനില്ല. അപ്പൊ ആ സമദർശനം എന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മനിഷ്ഠ നേടിയെടുക്കാൻ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനയാണ് ധ്യാനം എന്ന ഒരു യോഗ സാധനയാണ് ധ്യാനം. അപ്പോ ആ ധ്യാനം ഏകാന്ത ധ്യാനം എന്നാണ് പറയുക. തനിച്ചിരുന്നുകൊണ്ട് ഏകാന്ത ധ്യാനം ഉറപ്പ് വരുന്നതോടുകൂടി ഉള്ളില് മനസ്സിന് സത്യബോധം കൂടുതലായി വളരാൻ തുടങ്ങും. എന്താണ് സത്യം? ധ്യാനിക്കും തോറും ആ സത്യം ഉള്ളിൽ വളരും എന്നാണ് പറയുന്നത്. അപ്പൊ സത്യബോധവും വളരും, അതേപോലെ സമഭാവനയും വളരാനായിട്ട് തുടങ്ങും. അപ്പൊ അത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? പിന്നെ ജീവൻ മുക്തി ഉറപ്പാണ് എന്നാണ് പറയുന്നത്. പിന്നെ ജീവൻ മുക്തി ഉറപ്പാണ്. അപ്പൊ ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ, ധ്യാനയോഗം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിശേഷപ്പെട്ടതാണ് ഈ ധ്യാനയോഗം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിശിഷ്ടമായ ധ്യാനയോഗത്തിന്റെ പരിശീലനം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി അടുത്ത പദ്യങ്ങളിൽ പറയാം. അടുത്ത 5 പദ്യങ്ങളെ കൊണ്ട് അതാണ് പറയാൻ പോണത്. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ധ്യാനയോഗത്തെ കുറിച്ചാണ് പറയാം. 10ാമത്തെ ശ്ലോകം ചൊല്ലിക്കൂ. യോഗീ യുക്തീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹഃ. അടുത്ത ശ്ലോകം 10ാമത്തെ ശ്ലോകം. യോഗി യുഗ്നീത സതതമാത്മാനം രഹസ്യ സ്ഥിത ഏകാകി യഥ ചിത്താത്മ നിരാശീര പരിഗ്രഹ. യോഗി, ഇവിടെ യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാനുഭവ രൂപമായിട്ട് ആത്മാനുഭവത്തിലൂടെയുള്ള യോഗം ആഗ്രഹിക്കുന്ന സാധകൻ, അവരെയാണ് ഇവിടെ യോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സാധകൻ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും വാങ്ങി സൂക്ഷിക്കരുത് എന്നാണ്. അതിന് അപരിഗ്രഹം എന്നാണ് പറയുക. അപരിഗ്രഹം പതഞ്ജലി യോഗസൂത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതല്ല, അപരിഗ്രഹം. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും വാങ്ങി സൂക്ഷിക്കാതെ, മറ്റുള്ളവരിൽ നിന്ന് മാത്രമല്ല ഭഗവാനിൽ നിന്ന് പോലും ഒരു ആഗ്രഹ നിവൃത്തി ആഗ്രഹിക്കരുത് എന്നാണ്. ഒന്നും ചോദിക്കരുത് എന്നാണ്. അനുഗ്രഹം പോലും ചോദിക്കരുത് എന്നാണ് പറയുന്നത് സാധകൻ. അതുപോലും ചോദിക്കാതെ തന്റെ ചിത്തവൃത്തികളെയെല്ലാം നിയന്ത്രിച്ച് ബുദ്ധിയെ ലക്ഷ്യത്തിൽ ഉറപ്പിക്കണം. എന്താണ് ലക്ഷ്യം? ആത്മാവാണ് ലക്ഷ്യം. ആത്മലക്ഷ്യത്തിൽ ഉറപ്പിച്ച് താൻ ഒറ്റയ്ക്ക് ഏകാന്തമായൊരു സ്ഥലത്ത് ധ്യാന പരിശീലനം നടത്തണം. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ധ്യാന പരിശീലനം നടത്തേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ധ്യാന പരിശീലനം ചെയ്യുന്ന സമയത്ത് ഇടതടവില്ലാതെ നിരന്തരമായി ആത്മസമാധി അനുഭവിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ധ്യാനത്തില് അതാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ സതതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധകനെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും പറ്റില്ല.
അല്ലെ? സാധന ചെയ്യുമ്പോഴേ പറ്റുള്ളൂ. എല്ലാവരും ഇപ്പോഴും പറയും നമ്മളൊക്കെ സാധകന്മാരാണ്, നമ്മൾക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ ആത്മസമാധി പരിശീലിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. അപ്പൊ അത് പ്രത്യേകം പറയുന്നുണ്ട് ധ്യാന പരിശീലന സമയത്ത് എന്ന് പറയും. ഇവിടെ സതതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ആഗ്രഹിക്കുന്ന ആള്, ഒരു യോഗി, സാധകൻ എന്ത് വേണം? മറ്റുള്ളവരിൽ നിന്നൊന്നും ആഗ്രഹിക്കരുത് എന്നാണ് പറയുന്നത്. അപരിഗ്രഹം. മറ്റുള്ളവരിൽ നിന്നൊന്നും വാങ്ങി സൂക്ഷിക്കാതിരിക്കുക. ഭഗവാനിൽ നിന്ന് പോലും ഒന്നും ചോദിക്കരുത് എന്നാണ്. അനുഗ്രഹം പോലും ചോദിക്കരുത്. എന്നിട്ടോ അതെങ്ങനെയാണ് സാധിക്കുക വെച്ചാൽ ചിത്തവൃത്തികൾ അടങ്ങുമ്പോൾ അതെല്ലാം സാധിക്കും. അപ്പൊ ചിത്തവൃത്തികളെല്ലാം നിയന്ത്രിച്ച് തന്റെ ബുദ്ധിയെ ലക്ഷ്യത്തിൽ ഉറപ്പിക്കണം, ആത്മാവിൽ ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് താൻ ഒറ്റയ്ക്ക് ഏകാന്തമായ സ്ഥലത്ത് ധ്യാനം പരിശീലിക്കുക. ധ്യാനം പരിശീലിക്കുമ്പോൾ ഇടതടവില്ല എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ആത്മസമാധി അനുഭവിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ യോഗി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധകനെയാണ് പറയുന്നത്, സിദ്ധനല്ല. സിദ്ധന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഞാൻ ഓൾറെഡി നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് പിന്നെയും ധ്യാനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ ധ്യാനം പരിശീലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സാധകനാണ്. അപ്പൊ ഇവിടെ യോഗി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സാധകനെയാണ് എന്നാണ് പറയുന്നത്, ആരൂഢനല്ല എന്നാണ് പറയുന്നത്. അപ്പോ യോഗാരൂഢന് ഈ പറയുന്ന പരിശീലനമൊന്നും ആവശ്യമില്ല. കാരണം അദ്ദേഹം ആൾറെഡി അതിലെത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ ഇത് കർമ്മയോഗി ഉൾപ്പെടെ ഏതൊരു യോഗി, ഏതൊരു സാധകനെയും ഉദ്ദേശിച്ചാണ് ഈ പരിശീലന ക്രമം പറയണത് എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനോട് കാരണം ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അർജുനോട് കർമ്മയോഗം ചെയ്യാനാണ് പറഞ്ഞത്. കർമ്മയോഗത്തിൽ ഉറച്ചു നിൽക്കാൻ പറഞ്ഞു അല്ലെ? ഇതുവരെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക്, സന്യാസം സ്വീകരിച്ച ഒരാൾക്ക് മാത്രമുള്ള സാധന എങ്ങനെയാണ് ഉപദേശിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഒരു സാധകൻ, അദ്ദേഹം കർമ്മയോഗിയായാലും ഇനി വേറെ ആരായാലും ആ ധ്യാന പരിശീലനത്തിന് കുറച്ച് സമയം മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. ധ്യാനം ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. കുറച്ച് സമയം അതിനായിട്ട് മാറ്റിവെക്കണം. അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എല്ലാ സങ്കല്പങ്ങളെയും ത്യജിക്കലാണ് യോഗം. അപ്പോഴാണ് യോഗം സംഭവിക്കുക അല്ലെ? യോഗ ചിത്തവൃത്തി നിരോധ എന്ന പതഞ്ജലി യോഗ സൂത്രത്തിൽ ചിത്തവൃത്തികളെ മുഴുവൻ നിരോധിക്കുമ്പോഴാണ് യോഗം സംഭവിക്കുക. അപ്പൊ ഈ സങ്കല്പത്യാഗം, സങ്കല്പത്തെ മുഴുവൻ ത്യജിക്കുമ്പോഴാണ് യോഗം സംഭവിക്കുള്ളൂ. അപ്പൊ എത്ര സമയമാണോ ഒരു സാധകൻ ധ്യാനം പരിശീലിക്കുന്നത് അത്രയും സമയം ഈ സങ്കല്പങ്ങളെ ത്യജിക്കുന്നതും അതും ശീലിക്കണം എന്നാണ് പറയുന്നത് അല്ലെ? ധ്യാനത്തിന്റെ ഇടയിൽ ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും നമ്മളുടെ ഉള്ളിൽ. പക്ഷെ എങ്ങനെയാണ് അതിനെ ത്യജിക്കുക? നമ്മൾ ഉന്തിത്തള്ളി പുറത്താക്കാൻ പറ്റില്ല അല്ലെ? അതിനാണ് നമുക്ക് ഗുരുദേവ് നമുക്ക് തന്നിരിക്കുന്ന മാർഗം. എന്താണ്? അതിനെ ഒബ്സർവ് ചെയ്യൂ, ചിന്തകളെ നിരീക്ഷിക്കൂ. ധ്യാനത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കാരണം അല്ലാതെ അത് വരരുത് എന്ന് പറഞ്ഞാൽ തള്ളി പുറത്താക്കി കഴിഞ്ഞാൽ അത് വരാതിരിക്കില്ല. വാട്ട് എവർ റെസിസ്റ്റ് ദാറ്റ് പർസൺ, അത് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോ സങ്കല്പത്യാഗം എങ്ങനെ സംഭവിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നിരീക്ഷിക്കുന്നതിലൂടെ. അപ്പൊ ഇവിടെ സതതം എന്ന് പറയുമ്പോൾ ആ ധ്യാന പരിശീലന സമയത്ത് തുടർച്ചയായിട്ട് അതിന്റെ ഇടതടവില്ലാതെ അങ്ങനെ. അല്ലാതെ അർജുനെ പോലെ കർമ്മരംഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് എല്ലായ്പ്പോഴും അത് പറ്റില്ല. അപ്പൊ ധ്യാന പരിശീലനം ചെയ്യുമ്പോഴാണ് അത് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോ ഈ സങ്കല്പത്യാഗം അത് പരിശീലിക്കാൻ അടിസ്ഥാനമായി വേണ്ടതാണ് അപരിഗ്രഹ ബുദ്ധി എന്ന് പറയുന്നത്. പറഞ്ഞാൽ എനിക്ക് ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലെ? അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ധ്യാനത്തിൽ പറയുന്നില്ലേ, ഐ വാണ്ട് നത്തിങ്, എനിക്കൊന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ ധ്യാനം ചെയ്യുന്ന സമയത്ത്. അത് ഇതും കൂടി പെടും, അപരിഗ്രഹം എന്ന് പറയും. അപ്പൊ ഉള്ളിൽ ഉറപ്പിക്കേണ്ടതാണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ആത്മാനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ട് എനിക്ക് ഒന്നും തന്നെ ആവശ്യമില്ല. ഭൗതിക തലത്തിൽ ആരിൽ നിന്നും എനിക്കൊന്നും ആവശ്യമില്ല. അതാണ് അപരിഗ്രഹ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഈ അപരിഗ്രഹ ബുദ്ധി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് എന്താണ്? നിരാശിത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്ത് നിരാശിത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്ന് പോലും എനിക്ക് ഒരു അനുഗ്രഹവും, ഭൗതികമായ ഒരു അനുഗ്രഹവും എനിക്ക് വേണ്ട. ഈ ഉറപ്പാണ് നിരാശിത്വം എന്ന് പറയുന്നത്. ഭൗതിക തലത്തിലുള്ള ഒരു അനുഗ്രഹവും എനിക്ക് ഭഗവാനിൽ നിന്ന് പോലും വേണ്ട. കാരണം എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഇപ്പൊ ഭഗവാനിൽ നിന്ന് നമ്മൾ ഭൗതിക തലത്തിലുള്ള ആഗ്രഹമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതാണ് നമ്മൾക്ക് കിട്ടുക. ഭഗവാനിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു അതേ കിട്ടുള്ളൂ.
നേരെ വെച്ച് ഭഗവാനെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭഗവാനെ കിട്ടില്ല. ചോദിക്കുന്നതൊക്കെ തന്നു എന്ന് വരാം, പക്ഷെ ഭഗവാൻ മാറി നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് തുടർന്ന്. അപ്പോ മനസ്സിനെ ചിത്തവൃത്തികളൊക്കെ അടക്കി ബുദ്ധിയെ ആത്മാവിൽ ഉറപ്പിക്കുക, അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞ രണ്ടെണ്ണം. ഒന്ന് അപരിഗ്രഹം, ആരിൽ നിന്നും എനിക്ക് ഒന്നും ആവശ്യമില്ല. രണ്ടാമത് ഒരു ആഗ്രഹങ്ങളുമില്ല, നിരാശിത്വം. ഈശ്വരനിൽ നിന്ന് പോലും ഭൗതികമായ നേട്ടങ്ങൾക്കായി ഒരു അനുഗ്രഹവും എനിക്ക് ആവശ്യമില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ചിത്തവൃത്തികളെയൊക്കെ നിയന്ത്രിച്ച് ബുദ്ധി ആത്മാവിൽ ഉറക്കാൻ സഹായിക്കുന്ന ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ആവണം, ഏകാകിത്വം വേണം എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് ഇരുന്നാലേ നടക്കുള്ളൂ. ഏകാന്തത വേണം, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യമില്ല, വളരെ കാലം കൊണ്ട് ചെയ്ത് പാകപ്പെടേണ്ട ഒരു യോഗ പരിശീലന ക്രമമാണ് ഇവിടെ പറയുന്നത് എന്നാണ്. അപ്പൊ ഈ ഒരു പരിശീലന ക്രമം ഉറപ്പുവരും തോറും ആ സാധകന്, ആ യോഗിക്ക് സമാധി സുഖം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. പതുക്കെ പതുക്കെ സമാധിയുടെ ഒരു സുഖം അനുഭവിക്കാനായിട്ട് തുടങ്ങും. അതിനടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് ധ്യാനയോഗം പരിശീലിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം, അല്ലെ? നമ്മൾ സ്ഥിരാസനം എങ്ങനെയാണ്, ഏത് ആസനത്തിലിരിക്കണം, എങ്ങനെ ഇരുന്നിട്ടാണ് ധ്യാനം ചെയ്യേണ്ടത് എന്നാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് ഒരു സാധകന് വേണ്ടി തന്നെയാണ് യഥാർത്ഥത്തിൽ. യോഗാരൂഢൻ എന്ന് പറഞ്ഞാൽ ആൾറെഡി അതിൽ എത്തിയ ആളാണ്, അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ യോഗി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധകനെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്തത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, എവിടെ ഇരുന്ന് ധ്യാനിക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, യെസ്. കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ലാം നിവർന്നിരിക്കട്ടെ. കൈകൾ അടിമേൽ മലർത്തിരിക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തി, അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. ഓം സം സമിത്യുപസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃ സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആകൂതിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.